എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. ആരാധന കൂടുന്നവർ അവിടെ നിന്ന് ഉയർത്തിപ്പാടുക. മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. ആത്മാർത്ഥമായ ഹൃദയത്തോടെ സ്നേഹത്തോടെ പാടുക. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. സ്തുതിയുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ കുഞ്ഞാടേ വാഴ്ത്തു, കുഞ്ഞാടേ വാഴ്ത്തുവിൻ. അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. കുഞ്ഞാടേ വാഴ്ത്തുവിൻ, കുഞ്ഞാടേ വാഴ്ത്തുവിൻ. അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കുഞ്ഞാടേ വാഴ്ത്തുവിൻ. അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. സന്തോഷത്തോടെ സ്നേഹത്തോടെ എല്ലാ മുട്ടും മടങ്ങും. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആരാധന എന്ന് പറയണത് ലേഖ്യങ്ങളൊക്കെ വിരകണ പോലെയാണ് അതിൻ്റെ അഭിഷേകത്തിൻ്റെ തോതെന്ന് പറയണത്. ലേഖ്യമൊക്കെ വിരകുന്നവർക്ക് അറിയാം, അത് കറക്റ്റാകണ സമയത്ത് ആയുർവേദ വിധി പ്രകാരം താഴത്തെത്തി ഉരുളിക്ക് വളഞ്ഞ് അതിൻ്റെ തീനാമ്പ് ലേഖത്തിലേക്ക് വളഞ്ഞ് കുത്തും. അതുപോലെ ആരാധിക്കുന്ന ജനത്തിൻ്റെ ആത്മാവ് കർത്താവിൻ്റെ ആത്മാവിനോട് സ്നേഹത്തോടെ ഐക്യപ്പെടുന്ന ഒരു സമയമുണ്ട്. അതുവരെ ആരാധന തുടരേണ്ടതാണ്. സ്തുതിയുടെ ഹല്ലേലൂയ 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 ഹല്ലേലൂയ. യേശുവേ നന്ദി. ഹല്ലേലൂയ ഹല്ലേലൂയ. കുഞ്ഞാടേ വാഴ്ത്തുവിൻ. അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. സ്നേഹത്തോടെ പാടുക. കുഞ്ഞാടേ വാഴ്ത്തുവിൻ. അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവ്. അടുത്ത സ്റ്റാൻസ കൂടി പാടാം. സ്തുതിയുടെ ഹല്ലേലൂയ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോ നീ. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിപ്പാൻ യോഗ്യനായോ നീ. കർത്താവേ എൻ്റെ ദൈവം. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. എല്ലാ മുട്ടും മടങ്ങും, എല്ലാ നാവും പാടിടും, യേശു മാത്രം കർത്താവെന്ന്. സ്തുതിയുടെ ഹല്ലേലൂയ. ഹല്ലേലൂയ യേശുവേ. ഹല്ലേലൂയ
എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. സ്തുതിയും സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിക്കാൻ യോഗ്യനായോനേ. സ്തുതിയും സ്തോത്രവും എന്നും സ്വീകരിക്കാൻ യോഗ്യനായോനേ. എല്ലാ മുട്ടും മടങ്ങും എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. ആരാധനയോടെ കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. കർത്താവിന്റെ ദൈവമേ, എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. കർത്താവിന്റെ ദൈവമേ, എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. വാഴ്ത്തുവിൻ, കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. കുഞ്ഞാടേ വാഴ്ത്തുവിൻ, അവൻ ജീവൻ നൽകി വീണ്ടെടുത്തല്ലോ. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവിന്റെ. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. യേശു മാത്രം, യേശു മാത്രം കർത്താവെന്ന്. യേശു മാത്രം, യേശു മാത്രം എല്ലാ മുട്ടും മടങ്ങും എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. എല്ലാ മുട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രം കർത്താവെന്ന്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ആദ്യം തന്നെ പരിശുദ്ധ അമ്മയ്ക്കും ദേവകുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് എൻ്റെ ജീവിതത്തിൽ നടന്ന സാക്ഷ്യങ്ങൾ ഞാൻ ഇവിടെ രേഖപ്പെടുത്തുകയാണ്. എൻ്റെ പേര് പ്രവീണ, ഞാൻ കൊല്ലത്തിൽ നിന്നാണ് വരുന്നത്. ഞാൻ ഇസ്രായേലിൽ പോകാനായിട്ട് ബോംബെയിൽ ക്ലാസ് അറ്റൻഡ് ചെയ്യാനായിട്ട് ഏപ്രിൽ മാസത്തിൽ പോയതാണ്. അവിടെ ചെന്നപ്പോഴത്തേനും എനിക്ക് ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. ഒന്നാമത്തെ കാര്യം, അവിടെ ചെന്നപ്പോൾ ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. ഇൻ്റർവ്യൂവിൽ ചോദിക്കുന്നതെല്ലാം മെഡിക്കലായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. എനിക്ക് മെഡിക്കലായിട്ട് ഒന്നും തന്നെ അറിയത്തില്ലായിരുന്നു. എന്നിട്ടും മാഡം ചോദിച്ച ചോദ്യങ്ങൾക്ക് ഒരുവിധം ഒപ്പിച്ചെങ്കിലും പറഞ്ഞു. പക്ഷേ മെഡിക്കൽ ചോദിച്ചിട്ട് ഒന്നും അറിഞ്ഞില്ലായിരുന്നു, പറയാൻ പറ്റിയില്ലായിരുന്നു. അപ്പം മാഡം പറഞ്ഞു ക്ലാസ്സിലൊക്കെ ഇരിക്കാൻ പറഞ്ഞു. ക്ലാസ്സിലിരുന്നു. പിന്നെ കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും ഒരു ഇൻ്റർവ്യൂ ആയി. ആ ഇൻ്റർവ്യൂവിന് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തെന്നായിരുന്നു എൻ്റെ പ്രതീക്ഷ. പക്ഷേ അവിടെയും എൻ്റെ പ്രതീക്ഷ തെറ്റിച്ചുകൊണ്ട് മാഡം പറഞ്ഞു, നിങ്ങൾ പറഞ്ഞതെല്ലാം വൺ വേർഡ് ആൻസേഴ്സാണ്, ഞങ്ങൾക്ക് വേണ്ടത് ലോങ് ആൻസേഴ്സാണ്. അവിടെ എന്നെ നിരാശപ്പെടുത്തി കളഞ്ഞു. ആ സമയത്ത് അതിനു മുമ്പേ ഞാൻ മാർച്ച് മാസത്തിലാണ് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തിട്ട് പോകുന്നത്. ഞാൻ അവിടെ ക്ലാസ്സിന് പോയി ഒരു 2-3 ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കയ്യിൽ നിന്ന് മാതാവിൻ്റെ കാശ് രൂപ നഷ്ടപ്പെട്ടു പോയായിരുന്നു.
ആ സമയത്ത് ഒരുപാട് പ്രശ്നങ്ങൾ ഞാൻ നേരിടേണ്ടി വന്നായിരുന്നു. പിന്നെ ക്ലാസ് കഴിഞ്ഞു മാറി ഞാൻ ഇവിടെ വന്നു, വീണ്ടും ഉടമ്പടി എടുത്തു. മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ കിട്ടിയപ്പോഴാണ് ഒരു സമാധാനവും പ്രത്യാശയൊക്കെ എനിക്ക് വന്നത്. പിന്നെ അത് കഴിഞ്ഞു എന്നെ വീണ്ടും ഇൻ്റർവ്യൂവിന് വിളിച്ചു. ഇൻ്റർവ്യൂവിന് വിളിച്ചതിൻ്റെ തലേ ദിവസം ഞാനിവിടെ പ്രാർത്ഥനാ സഹായത്തിന് വേണ്ടി വിളിച്ചപ്പം ഒരു അച്ഛൻ എന്നോട് പറഞ്ഞു, നിങ്ങൾ എവിടെയാണ് വീട് എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു കൊല്ലത്താണ്. അപ്പം നേരിട്ട് വന്ന് ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിക്കൂ, നീ വിചാരിക്കുന്ന കാര്യം നിനക്ക് നടത്തി തരുമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ അന്ന് എനിക്ക് തോന്നുന്നു വീട്ടിൽ നിന്ന് ഞാനൊരു 11 മണിയൊക്കെ ആയപ്പോഴത്തേനാണ് ഇറങ്ങിയത്. കൊല്ലത്തിൽ നിന്ന് ഇവിടെ എത്താനായിട്ട് എങ്ങനെയായാലും ട്രാഫിക് ബ്ലോക്ക് എല്ലാം കൂടെ കഴിഞ്ഞ് ഒരു 4 മണിക്കൂറെങ്കിലും എടുക്കും. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോഴത്തേനും ഞാൻ ഇവിടെ ഇന്ന് വേറെ ആരുമില്ല, 2-3 ചേച്ചിമാർ മാത്രമൊക്കെ ഉണ്ട് ഇവിടെ. അപ്പം ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു, മാതാവേ എനിക്ക് തരാൻ ഇഷ്ടമുണ്ടെങ്കിൽ നീ എനിക്ക് തരിക. അന്നൊരു പ്രാർത്ഥനയും പ്രാർത്ഥിച്ചിട്ടാണ് ഞാൻ പിന്നെ ഇവിടുന്ന് ഇൻ്റർവ്യൂവിനായിട്ട് എറണാകുളത്തോട്ട് പോകുന്നത്. അവിടെ പോയി കഴിഞ്ഞപ്പോഴത്തേനും മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ വെച്ചിട്ട് കയറുന്നതിന് മുമ്പായിട്ട് ഞാൻ പ്രാർത്ഥിച്ചു. മൂന്നാമത്തെ ആളായിട്ടായിരുന്നു ഞാൻ അവിടെ ഇൻ്റർവ്യൂവിന് ചെന്നത്. അതുവരെ പോയ ചേച്ചിമാരൊക്കെ പറയുന്നു, മാഡം ഭയങ്കര ദേഷ്യത്തിലാണ് സംസാരിക്കുന്നത്, മാഡം പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഉത്തരങ്ങൾ നിങ്ങളുടെ കയ്യിൽ നിന്ന് കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ചേച്ചിമാർ പുറത്തിറങ്ങുമ്പോഴത്തേനും എല്ലാം പറയുന്നു. മൂന്നാമതായിട്ട് എൻ്റെ പേര് വിളിച്ചു, ഞാൻ കയറി ചെന്നു. മാഡം ആദ്യം എൻ്റെ അടുത്ത് ഇരിക്കാൻ പറഞ്ഞിട്ട് എൻ്റെ അടുത്ത് ചോദിച്ചു എന്തിനാണ് പല്ലിൽ കമ്പി ഇട്ടിരിക്കുന്നതെന്ന്. ആ സമയത്ത് എൻ്റെ പല്ലിൽ കമ്പി ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഞാൻ മാഡത്തിനോട് പറഞ്ഞു എനിക്കിങ്ങനെ പല്ലിൽ ഗ്യാപ്പുണ്ട്, അത് കാരണമാണ് കമ്പി ഇട്ടിരിക്കുന്നത്. പിന്നെ എൻ്റെ അടുത്ത് ചോദിച്ചത് എൻ്റെ മക്കളുടെ കാര്യങ്ങളാണ്. പിന്നെ ചോദിച്ചതെന്ന് പറഞ്ഞാൽ മെഡിക്കലായിട്ട് ഒരു കാര്യം ചോദിച്ചു, അതെനിക്ക് പറയാൻ പറ്റി. പിന്നെ രണ്ടാമത് ചോദിച്ച കാര്യത്തിന് എനിക്ക് പറയാൻ പറ്റിയില്ല. ഞാൻ പറഞ്ഞു മാഡം ഞാൻ അത് പഠിച്ചിട്ടില്ല. മാഡം പറഞ്ഞു ഓക്കെ പോയിക്കോളൂ എന്ന് പറഞ്ഞു. എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു. കാര്യം ബാക്കി എല്ലാവരുടെ അടുത്തും ഭയങ്കര ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ചോദിച്ചത്, പക്ഷേ എന്നോട് ചോദിച്ചില്ല. ഞാൻ പുറത്ത് വന്നിട്ട് എൻ്റെ ഹസ്ബൻഡ് പുറത്ത് നിൽക്കുകയായിരുന്നു. പുറത്ത് വന്നിട്ട് ഞാൻ പറഞ്ഞു എൻ്റെ അടുത്ത് ഇങ്ങനെയൊക്കെ ചോദിച്ചത്, ചിലപ്പോൾ എനിക്ക് മാഡം എനിക്ക് ഇതായിട്ട് പാസ്സായിട്ടായിരിക്കും മാഡം ഒന്നും പറയാത്തത്. പിറ്റേ ദിവസം എനിക്ക് ഏജൻസിയിൽ നിന്ന് മെസ്സേജ് വന്നു, നിങ്ങൾ ഇൻ്റർവ്യൂവിൻ്റെ ഇത് ഫീസ് അടച്ചിട്ടില്ലല്ലോ, ഫീസ് അടയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫീസ് അടച്ചു കഴിഞ്ഞപ്പോഴത്തേനും അപ്പോഴാണ് എനിക്കൊരു സമാധാനമായത്. പിന്നെ അതാണ് എൻ്റെ ആദ്യത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞത്. രണ്ടാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞത് എൻ്റെ ഹസ്ബൻഡിന് ഈ ലങ്സിൻ്റെ ഒരു ഭാഗത്ത് ചെറുതായിട്ട് കേട് വന്നിരിപ്പുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെ ഭയങ്കരമായിട്ട് ചുമയ്ക്കുമ്പോഴത്തേനും ബ്ലഡ് വരുമായിരുന്നു. അപ്പം ഞാൻ ഇതേപോലെ എനിക്ക് എന്തോ തോന്നി, ഇവിടെ വരണമെന്ന് തോന്നി ഞാൻ ഇവിടെ വന്നു ഞാനിങ്ങനെ പുതുക്കാനായിട്ട് 8ാം മാസത്തിൽ ഞാൻ പുതുക്കാനായിട്ട് വന്നപ്പോഴത്തേനും സാക്ഷ്യങ്ങൾ പുതുക്കുന്ന കൂട്ടത്തിൽ ഞാൻ അത് വെച്ചു. പക്ഷേ ഇന്നേ വരെ ദൈവം സഹായിച്ച് ആ ഒരു പ്രോബ്ലം, പിന്നെ ആ ഒരു ബ്ലീഡിങ്ങിൻ്റെ ഇത് വന്നിട്ടില്ല. ചുമയ്ക്കുമ്പോൾ ബ്ലഡോ കാര്യങ്ങളോ ഒന്നും വന്നിട്ടില്ല. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ബ്ലഡ് വന്നിട്ടുണ്ടോ, അപ്പോൾ പറഞ്ഞു ഇല്ല വന്നിട്ടില്ല. അതെൻ്റെ രണ്ടാമത്തെ സാക്ഷ്യമാണ്. മൂന്നാമത്തെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ എനിക്കിപ്പം ഞാൻ ഇസ്രായേലിൽ പോകാനായിട്ട് ശ്രമിക്കുന്നത് ഒരു 7 മാസത്തോളമായി. ഈ 7 മാസത്തിൻ്റെ ഇടയിൽ എനിക്ക് ഒരു പുരോഗതിയും തന്നെ സംഭവിച്ചിട്ടില്ലായിരുന്നു. ഞാനപ്പോൾ വീണ്ടും ഇവിടെ വന്നിട്ട് ഞാൻ അച്ഛനെ കണ്ടപ്പോഴത്തേനും ആ സമയത്ത് പ്രീ മെഡിക്കൽ എടുക്കാൻ ഏജൻറ്റ് വിളിച്ച് പറഞ്ഞു. പ്രീ മെഡിക്കൽ എടുക്കാൻ ഏജൻറ്റ് വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പ്രീ മെഡിക്കൽ എടുത്തു കഴിഞ്ഞപ്പോഴത്തേനും എനിക്ക് ഫാറ്റി ലിവർ ഗ്രേഡ് 2 ആണ്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേനും എനിക്ക് ഭയങ്കര വിഷമമായി. ഞാൻ ഇവിടെ വന്ന് അച്ഛനെ കണ്ടപ്പോഴത്തേനും ഞാൻ പറഞ്ഞു ഫാദർ ഇങ്ങനെയാണ് ഫാറ്റി ലിവർ 2 ആണ്. അപ്പോൾ അച്ഛൻ എൻ്റെ അടുത്ത് കുരിശ് എൻ്റെ വയറ്റിൻ്റെ ഭാഗത്ത് വെച്ച് തന്നിട്ട് പ്രാർത്ഥിച്ചപ്പോഴത്തേനും എനിക്ക് പെട്ടെന്ന് എന്തോ ഒരുമാതിരിയായി. സാധാരണ സമയത്ത് എൻ്റെ കൈ രണ്ടും എപ്പോഴും വിയർക്കുന്നത്, പേടി വരുമ്പോഴാണ് എനിക്ക് കൈ രണ്ടും വിയർക്കുന്നത്. അച്ഛനടുത്ത് നിന്ന് അച്ഛനൊരു സൈത്ത് എൻ്റെ കയ്യിൽ വെച്ച് തന്നിട്ട് പറഞ്ഞു ബാത്റൂമിൽ പോയിട്ട് ആ വയറിൻ്റെ ആ ഭാഗത്ത് തേക്കാൻ പറഞ്ഞു. അപ്പോഴും എൻ്റെ കൈ രണ്ടും വെള്ളം പോകുന്ന കണക്ക് എൻ്റെ കൈ രണ്ടും വിയർക്കുകയാണ്. സാധാരണ എനിക്ക് പേടി വരുമ്പോഴാണ് അങ്ങനെ വരുന്നത്. അപ്പം ഞാൻ അച്ഛനെ എന്നിട്ട് എൻ്റെ പാസ്പോർട്ട് കൊടുത്തിട്ട് ഞാൻ പറഞ്ഞു അച്ഛൻ ഇങ്ങനെയാണ് സംഭവം, 7 മാസമായിട്ട് ഞാൻ ഇങ്ങനെ പോകാൻ നിൽക്കുന്നു, എനിക്കൊന്നും നടക്കുന്നില്ല. അപ്പം അച്ഛൻ എൻ്റെ കവിളിൽ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു നീ പോയിക്കോളൂ എന്ന് പറഞ്ഞു. ഞാൻ ഇത് ബാത്റൂമിൽ പോയി സൈത്ത് ഇങ്ങനെ വയറ്റിൽ പുരട്ടിയതിന് ശേഷം ഞാൻ ഇവിടുന്ന് പോയി ഞാൻ ഇവിടുന്ന് ഒരു കായംകുളം എത്തിയപ്പോൾ തന്നെ എനിക്ക് ഞാൻ നോക്കുന്ന വീട്ടിലെ അമ്മച്ചിയുടെ മോൾ എന്നെ ഇസ്രായേലിലെ അമ്മച്ചിയുടെ മോൾ എനിക്ക് മെസ്സേജ് അയച്ചു, നിൻ്റെ പേപ്പർ വർക്കൊക്കെ ഞാൻ സ്പീഡിൽ തന്നെ നടത്തുന്നുണ്ട്, നിനക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ നടക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ വീട്ടിൽ എത്തി ഏജൻറ്റ് വിളിച്ചിട്ട് പറഞ്ഞു പ്രീ മെഡിക്കൽ പിന്നെ എടുക്കാൻ പറഞ്ഞു. അങ്ങനെ പ്രീ മെഡിക്കൽ വീണ്ടും എടുക്കാനായിട്ട് ഞാൻ മടിച്ച് ആശുപത്രിയിൽ പോയത്. ഹോസ്പിറ്റലിൽ പോയി സ്കാൻ ചെയ്തപ്പോഴത്തേനും ഗ്രേഡ് 2 എന്നുള്ളത് ഗ്രേഡ് 1 ആയി. എനിക്കിതുപോലെ ഇല്ലായിരുന്നു സന്തോഷം. കാര്യം അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞു
ഒരു കുഴപ്പമില്ല, പേടിക്കേണ്ട ഒരു കാര്യമില്ല, നീ കുറച്ച് എക്സസൈസ് ചെയ്താൽ മതി. അപ്പോൾ അതനുസരിച്ച് എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലൊക്കെ ഞാൻ എക്സസൈസ് ചെയ്യുകയും നടക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അതാണ് എൻ്റെ അടുത്ത സാക്ഷ്യം. പിന്നെ ഒരു സാക്ഷ്യം എന്ന് പറഞ്ഞാൽ, എനിക്ക് ഈ ഇസ്രായേലിൽ പോകാനായിട്ട് കുറച്ച് എമൗണ്ട് വേണ്ടി വന്നു. അത് എങ്ങനെയാണ് ഏതാണെന്നൊന്നും എനിക്കറിയില്ല. ഞാൻ 2-3 പേരുടെ അടുത്ത്, ഞാനും എൻ്റെ ഹസ്ബൻഡും ബന്ധുക്കളുടെ അടുത്തൊക്കെ പോയി ചോദിച്ചു. ആ ചോദിച്ചത് മാത്രം തന്നെ എനിക്ക് ഓർമ്മയുണ്ട്. ദൈവം എന്നെ അവിടെയും നിരാശപ്പെടുത്താതെ മാതാവ് കനിഞ്ഞുകൊണ്ട്, എനിക്കറിയില്ല, 2 ആഴ്ചയ്ക്കുള്ളിൽ ഞാൻ പ്രതീക്ഷിക്കാത്ത രീതിയിലാണ് എനിക്ക് അത്രയും എമൗണ്ട് എനിക്ക് ദൈവം ഒരുക്കി തന്നത്. അതിന് മാതാവിനോട് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. ഞാൻ പ്രതീക്ഷയെ കൂടുതൽ പൈസയും കുറച്ച് ഗോൾഡ് ഓർണമെൻറ്റ്സും എൻ്റെ കയ്യിൽ കിട്ടി. അത് ഞങ്ങൾ പ്രതീക്ഷിച്ചതിൽ കൂടുതലായിരുന്നു. ഞാനിപ്പം കുറച്ച് മേടിച്ചവർക്ക് അത് തിരിച്ചു കൊടുത്ത്, ഓർണമെൻറ്റ്സ് കൂടുതലായതുകൊണ്ട് ഞാൻ അത് തിരിച്ചു കൊടുത്തിട്ടിരിക്കുകയാണ്. അപ്പം അങ്ങനെ ദൈവം എനിക്ക് എന്നെ ഒരു രീതിയിലും ബുദ്ധിമുട്ടിപ്പിക്കാതെ ദൈവം എന്നെ സഹായിച്ചു പൈസയുടെ കാര്യത്തിൽ. പിന്നെ ഞാൻ ഒരാളുടെ കയ്യിൽ നിന്ന് ഇച്ചിരി കാശ് മേടിച്ചായിരുന്നു. അത് എനിക്ക് ഒരു വിധത്തിലും കൊടുക്കാൻ പറ്റാത്ത രീതിയിലൊരു ബുദ്ധിമുട്ടായിരുന്നു. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് മാനസിക പ്രശ്നം അങ്ങ് തുടങ്ങി. ഇത് എൻ്റെ മനസ്സിൽ കിടക്കുന്നു, എനിക്ക് ആരുടെടുത്തും പറയാൻ വയ്യ. ഞാൻ ചെയ്ത ഒരു മണ്ടത്തരത്തിൻ്റെ ഫലമായിട്ടായിരുന്നു ഞാനത് അനുഭവിക്കേണ്ടി വന്നത്. എൻ്റെ ഭർത്താവിൻ്റെ അടുത്ത് പോലും എനിക്ക് പറയാൻ പറ്റാതെ അവസാനം ഞാൻ എൻ്റെ ഭർത്താവിനോട് പറഞ്ഞപ്പോൾ എൻ്റെ ഭർത്താവ് എനിക്കത് കൊടുക്കാനുള്ള വഴി പറഞ്ഞു വന്നു. അങ്ങനെ ഞാൻ ആ കടം അങ്ങ് മീട്ടി. അത് എനിക്ക് ജീവിതത്തിൽ ഒരിക്കലും മറക്കാൻ പറ്റാത്ത സംഭവം. അത് ഞാൻ ജീവിതത്തിൽ ഒട്ടും പ്രതീക്ഷിക്കാത്ത രീതി എനിക്ക് പറ്റിയ ഒരു അബദ്ധത്തിൻ്റെ പേരിൽ ഞാൻ ഇതാക്കിയത്. അത് ഞാൻ ഉടമ്പടിയിൽ വെച്ചിട്ടുണ്ടായിരുന്നു, എനിക്ക് ആ ഒരു കടം എങ്ങനെയെങ്കിലും തീർക്കാൻ പറ്റണേന്ന്. പക്ഷേ അത് ഞാൻ പ്രതീക്ഷിച്ചതുപോലെ എങ്ങനെയാണെന്നറിയത്തില്ല, എന്തോ ഒരു അത്ഭുതത്തിൽ എൻ്റെ ആ ഭർത്താവ് എന്നെ വഴക്ക് പോലും പറഞ്ഞില്ല ആ ഒരു കടം തീർക്കാനായിട്ട് എനിക്ക് പറ്റിയത്. പിന്നെ കാരുണ്യ പ്രവൃത്തിയായിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, എന്നോട് ആരെങ്കിലും എന്തെങ്കിലും ഒരു സഹായം ചോദിച്ചാൽ ഞാനത് ചെയ്തു കൊടുക്കുക. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിയിലാണെങ്കിൽ ഞാൻ ചെയ്തു കൊടുക്കാറുണ്ട്. പിന്നെ വഴിയിൽ വെച്ചിട്ട് ഏതെങ്കിലും അച്ഛനും അമ്മമാരും എന്തെങ്കിലുമൊക്കെ തരം മുളയെന്ന് ചോദിക്കുമ്പോഴത്തേനും അതെൻ്റെ കയ്യിലുള്ള എത്ര രൂപയാണെങ്കിലും, 10 രൂപയാണെങ്കിൽ പോലും ആ 10 രൂപയോളം ഞാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ പത്രം മേടിച്ച് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട്. ആത്മീയ ജീവിതത്തിലാണെങ്കിൽ ഞാനാണെങ്കിൽ ഞായറാഴ്ച രാവിലെ എനിക്ക് പള്ളിയിൽ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ അവിടുത്തെ കുർബാന എന്ന് പറഞ്ഞാൽ 6 മണിക്കാണ്. അപ്പോൾ എനിക്ക് ഉറക്കം എണീക്കാൻ ആ ഒരു ടൈം ആകുമ്പോഴത്തേനും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ഞാൻ പള്ളിയിൽ പോകത്തില്ലായിരുന്നു. എൻ്റെ ഹസ്ബൻഡും മോളും ഒക്കെ ആയിരുന്നു പോയിട്ടിരുന്നത്. എൻ്റെ മോനും ഞാനും പള്ളിയിൽ പോകത്തില്ലായിരുന്നു. മോനെന്ന് പറഞ്ഞാൽ കുഞ്ഞാളാണ്. ഞാൻ പോകുമ്പോഴേ അയാൾ കൊണ്ടുപോകാൻ പറ്റത്തുള്ളൂ. അപ്പം ഞാനിങ്ങനെ മാതാവിനോട് അത് വെച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. മാതാവ്, എനിക്ക് പള്ളിയിൽ പോകാൻ പറ്റുന്നില്ലല്ലോ, ഞാൻ എന്താ ചെയ്യേണ്ടത് എന്ന് പ്രാർത്ഥിക്കുമ്പോഴത്തേനും എനിക്ക് അപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നിയത്, കുർബാന എവിടെ ആയാലും എത്ര മണിക്കായാലും കുർബാന കണ്ടാൽ മതിയല്ലോ, അത് ഏത് പള്ളിയിലായാലും കണ്ടാൽ മതിയല്ലോ. അപ്പോൾ എനിക്ക് പെട്ടെന്ന് തന്നെ മനസ്സിൽ തോന്നി, 7 മണിക്ക് ഞങ്ങളുടെ ഇവിടെ കയ്യിട്ട് ഈശോയുടെ പള്ളിയിൽ കുർബാനയുണ്ട്. അപ്പം ഞാൻ വിചാരിച്ചു, എന്തൊക്കെ തടസ്സങ്ങൾ വന്നാലും 7 മണിക്ക് മാതാവിൻ്റെ അടുത്ത് കയ്യിട്ട് ഈശോയുടെ പള്ളിയിൽ പോയി കുർബാന കൈക്കൊള്ളാമെന്ന്. അങ്ങനെ പള്ളിയിൽ പോകാൻ തുടങ്ങി. പിന്നെ ബൈബിള് വായിക്കുമായിരുന്നു. വീട്ടിലുള്ള സമയങ്ങളിൽ പോലും കൊന്ത പഠിക്കാനായിട്ട് ഇരിക്കുമ്പോൾ എന്തെങ്കിലും തടസ്സങ്ങൾ വരുമായിരുന്നു എൻ്റെ ജീവിതത്തിൽ. അപ്പം ദൈവത്തോട് അതിൻ്റെ കാര്യവും പ്രാർത്ഥിച്ചപ്പോഴത്തേനും ഇപ്പം കുടുംബ പ്രാർത്ഥനയിൽ വീട്ടിലുണ്ടെങ്കിൽ പങ്കുകൊള്ളാനായിട്ടുള്ള മനസ്സ് തോന്നുന്നുണ്ട്. അല്ലാതെ ഞാനിപ്പം വീട്ടിലുള്ള കുടുംബ പ്രാർത്ഥനയിൽ വീട്ടിൽ ഉള്ളപ്പോഴത്തേനും അത് പങ്കെടുക്കാൻ പറ്റിയില്ല. ഞാൻ പുറത്തെവിടെയെങ്കിലും ആണെങ്കിൽ ഞാൻ രാത്രി വന്നിട്ടായാലും മനസ്സിലായാലും കൊന്ത പഠിച്ച് ചൊല്ലുമായിരുന്നു. അപ്പം ഇത്ര അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിന് ഞാൻ ഒരുപാട് നന്ദി പറയുന്നു. പരിശുദ്ധ ദേവമാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. എൻ്റെ പേര് സോണിയ, ഇതെൻ്റെ ഹസ്ബൻഡ് ജിബിൻ, കുഞ്ഞ് ഇവാൻ ജിബിൻ. ഞങ്ങൾ വരുന്നത് അയർലൻഡിൽ നിന്നാണ്. ഞങ്ങളുടെ നാട് തൊടുപുഴയാണ്. 9/8/2025 ഞങ്ങൾ ഉടമ്പടി എടുത്തത്. ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തെക്കുറിച്ച് അറിയുന്നത് 2019 മാർച്ച് മാസത്തിലാണ്. അതൊരു ഫേസ്ബുക്ക് യൂട്യൂബ് വഴിയാണ് ഞാൻ അറിയുന്നത്. അന്ന് മുതൽ ഞാൻ ഇവിടുത്തെ അച്ഛൻ്റെ പ്രസംഗവും ഡെയിലി കേൾക്കാറുണ്ടായിരുന്നു. അങ്ങനെ നവംബർ മാസം 2019 ഞാൻ ആദ്യമായിട്ട് കൃപാസനത്തിൽ വന്നു. അതിനുശേഷം കൊറോണയായപ്പോൾ ഞാൻ ഓൺലൈൻ വഴി ഉടമ്പടി ധ്യാനം കൂടുകയും ചെയ്തു. അങ്ങനെ ഫസ്റ്റ് ഞാനൊരു ലൈറ്റ് ആൻഡ് പ്രെയർ റിക്വസ്റ്റ് ഇട്ടു OETക്ക് വേണ്ടി. ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ ഞാൻ OET പാസ്സാകുകയും അയർലൻഡിലേക്ക് 1 വർഷത്തിനുള്ളിൽ പോകണമെന്ന് നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു മാതാവിനോട്. അങ്ങനെ 1 വർഷത്തിനുള്ളിൽ ഞാൻ അയർലൻഡിൽ എത്തിച്ചേരുകയും ചെയ്തു.
4 മാസത്തിന് ശേഷം എൻ്റെ ഹസ്ബൻഡ് വന്നു. കല്യാണം കഴിഞ്ഞ് ഞങ്ങൾ 5 വർഷമായിട്ട് കുട്ടികളില്ലായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും 2 സ്ഥലത്തായിരുന്നു. എൻ്റെ ഹസ്ബൻഡ് കുവൈറ്റിലും ഞാൻ ഗുജറാത്തിലും ആയിരുന്നു ജോലി ചെയ്തത്. അയർലൻഡിൽ വന്നു. ഹസ്ബൻഡ് വന്ന് 2 മാസത്തിന് ശേഷം ഞാൻ പ്രഗ്നൻ്റായി. ഭയങ്കര സന്തോഷമായിരുന്നു. ഞങ്ങൾ ആദ്യമായിട്ട് 7 ആഴ്ചയായപ്പോൾ പ്രൈവറ്റായിട്ട് സ്കാൻ ചെയ്യാൻ പോയി. എന്നാൽ അത് ഞങ്ങളെ തകർക്കുന്ന ഒരു സ്കാനിങ് റിപ്പോർട്ടായിരുന്നു. എൻ്റെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു. ഞങ്ങളൊരു 3 ആഴ്ച കൂടെ വെയിറ്റ് ചെയ്തു ഡോക്ടർമാർ പറഞ്ഞതിന് ശേഷം. 3 ആഴ്ച ശേഷം ഞങ്ങൾ ഒന്നും കൂടെ സ്കാൻ ചെയ്തപ്പോഴും ഹാർട്ട് ബീറ്റ് വന്നിട്ടില്ലായിരുന്നു. അങ്ങനെ അത് ടാബ്ലറ്റ് തന്നു, അബോർഷനായിപ്പോയി. അതിനുശേഷം രണ്ടാമത് ഞാൻ ഒന്നും കൂടി പ്രഗ്നൻ്റായി. അപ്പോഴും ഞങ്ങൾ 8 ആഴ്ചയായപ്പോൾ പ്രൈവറ്റായിട്ട് സ്കാൻ ചെയ്തു. നോർമലി അയർലൻഡിൽ ഒരു 12 ആഴ്ചയാകാതെ നമുക്ക് നോർമൽ സ്കാനിങ് സാധിക്കത്തില്ല. അപ്പോൾ ഞങ്ങൾ പ്രൈവറ്റായിട്ട് പോയി സ്കാൻ ചെയ്തു. ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ടെൻഷൻ ഉണ്ടായിരുന്നു എനിക്ക്. ചെന്നപ്പോൾ സ്കാൻ ചെയ്തപ്പോൾ ട്വിൻസാണെന്ന് ഡോക്ടർ പറഞ്ഞു. പക്ഷേ അപ്പോഴും ഞങ്ങളെ തകർക്കുന്ന ഒരു സ്കാനിങ് റിപ്പോർട്ടായിരുന്നു. കുഞ്ഞുങ്ങൾക്ക് 2 പേർക്കും ഹാർട്ട് ബീറ്റ് ഇല്ലായിരുന്നു. അപ്പം ട്വിൻസ് ആയതിനാൽ അവർക്ക് മെഡിസിൻ തന്ന് മിസ്കാരേജ് നടത്താൻ സാധിക്കത്തില്ല. ഞങ്ങൾ നാട്ടിൽ ആരോടും പറഞ്ഞില്ല. നമ്മൾ പുറത്താണെങ്കിൽ നമ്മുടെ മാതാപിതാക്കൾ ഭയങ്കരമായിട്ട് വിഷമിക്കും നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ. ഞങ്ങൾ 2 പേരും ഹോസ്പിറ്റലിൽ ചെന്നു. അവർ പറഞ്ഞു പ്രൊസീജിയർ ചെയ്യണമെന്ന്. ആദ്യമായിട്ടാണ് അവിടെ ഒരു ഹോസ്പിറ്റലിൽ ചെല്ലുന്നത്. മാതാവിനോട് പ്രാർത്ഥിച്ച് ഞങ്ങൾ അവിടെ ചെന്നു. മേരി എന്നൊരു സിസ്റ്റർ ഞങ്ങളുടെ അടുത്ത് വന്നു, ഞങ്ങളെ സമാധാനിപ്പിച്ചു. ഒരു ദിവസത്തെ പ്രൊസീജിയർ ചെയ്തു. ഭയങ്കര സങ്കടത്തോടെ ഞങ്ങൾ റൂമിലേക്ക് തിരിച്ചു ചെന്നു. കൂട്ടുകാരും എല്ലാവരും ചോദിക്കുമ്പോൾ തകർന്നു പോകുന്ന ഒരവസ്ഥയിലൂടെ കടന്നു പോയിക്കൊണ്ടിരുന്നു. എല്ലാം മാതാവിന് സമർപ്പിച്ചു. ഞങ്ങളൊരു തീരുമാനമെടുത്തു. ഇനി ഒരു കുഞ്ഞിനെക്കുറിച്ച് കൃപാസനത്തിൽ വന്നതിന് ശേഷം മാത്രം ചിന്തിക്കാം. ജോസഫ് അച്ഛനെ കണ്ടതിന് ശേഷം നമുക്ക് പ്രാർത്ഥിച്ച് ഒരു കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. ഞങ്ങൾ 2024 സെപ്റ്റംബറിൽ നാട്ടിലേക്ക് വരാൻ വേണ്ടി ടിക്കറ്റ് എടുത്തു. പക്ഷേ 2024 ജൂലൈയിൽ എൻ്റെ അച്ഛന് സ്ട്രോക്ക് വന്ന് നാട്ടിലേക്ക് എമർജൻസി ആയിട്ട് എനിക്ക് വരേണ്ടി വന്നു. അപ്പോൾ എനിക്ക് ആകെ കുറച്ച് ദിവസത്തെ ലീവിലാണ് ഞാൻ നാട്ടിലേക്ക് വരുന്നത്. പക്ഷേ എനിക്ക് കൃപാസനത്തിൽ വരണമെന്ന് ആഗ്രഹമുണ്ട്. എൻ്റെ അച്ഛൻ ICUലും ആയിരുന്നു. ICUലായിരുന്ന അച്ഛൻ്റെ അടുത്ത് നിന്ന് അച്ഛൻ ഡിസ്ചാർജായി വീട്ടിൽ വന്നതിന് പിറ്റേ ദിവസം ഞങ്ങൾ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങൾ ചേർന്ന് ഉടമ്പടി എടുത്തു. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കാനാണ് ഫസ്റ്റ് ഉടമ്പടി എടുത്തത്. അങ്ങനെ രണ്ടാമത്തെ നിയോഗമായിട്ട് എൻ്റെ കുഞ്ഞിനെ ലഭിക്കാൻ വേണ്ടി ഞങ്ങൾ നിയോഗം വെച്ച് എഴുതി പ്രാർത്ഥനയിട്ടു. അന്ന് തന്നെ എനിക്ക് ജോസഫ് അച്ഛനെ കാണാൻ സാധിച്ചു. ജോസഫ് അച്ഛനെ കണ്ടപ്പോൾ അച്ഛൻ ഞങ്ങൾക്ക് ഒരു കാശ് രൂപം തന്നു തലയിണയുടെ അടിയിൽ വെച്ച് പ്രാർത്ഥിക്കാൻ. കൂടാതെ സൈത്ത് പൂശി. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ലീവ് കഴിഞ്ഞു അയർലൻഡിൽ തിരിച്ചെത്തി. 1 മാസത്തിനുള്ളിൽ മാതാവിൻ്റെ അനുഗ്രഹത്താൽ ഞാൻ പ്രഗ്നൻ്റായി കഴിഞ്ഞപ്പോഴും എനിക്ക് ടെൻഷനായിരുന്നു. 2 പ്രാവശ്യം മിസ്കാരേജ് ആയതുകൊണ്ട് എനിക്ക് സ്കാൻ ചെയ്യാൻ പോകാൻ ടെൻഷനായിരുന്നു. അവിടെ നമുക്കൊരു ഒരു ഡോക്ടർ ഉണ്ടാവും. അവിടെ GPയുടെ അടുത്ത് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു 2 പ്രാവശ്യം മിസ്കാരേജ് ആയതാണ്. അപ്പോൾ ഡോക്ടർ എനിക്ക് ഹോസ്പിറ്റലിലേക്ക് റെഫർ ചെയ്തു തന്നു. അങ്ങനെ 6 ആഴ്ചയായപ്പോൾ ഞാൻ അവിടെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി. അവിടെ 2 പ്രാവശ്യം മിസ്കാരേജ് ആയതുകൊണ്ട് ഡോക്ടർ 6 ആഴ്ചയായപ്പോൾ തന്നെ അവിടെ സ്കാൻ ചെയ്യാൻ എഴുതി തന്നു. അങ്ങനെ സ്കാനിങ്ങിന് വേണ്ടി പേടിച്ച് വിറച്ച് ഞങ്ങൾ 2 പേരും അവിടെ ചെന്നു. അച്ഛൻ തന്ന കാശ് രൂപം ഞാനും ഉടമ്പടി എടുത്ത് കാശ് രൂപം എൻ്റെ ഹസ്ബൻഡും പിടിച്ച് ഞങ്ങൾ സ്കാനിങ്ങിന് വേണ്ടി അവിടെ വെയിറ്റ് ചെയ്ത് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. എൻ്റെ ഹസ്ബൻഡ് അവിടെ മുട്ടുകുത്തി പ്രാർത്ഥിച്ചു സ്കാൻ തീരുന്നത് വരെ. അങ്ങനെ സ്കാൻ ചെയ്തപ്പോൾ തന്നെ കുഞ്ഞിന് ഹാർട്ട് ബീറ്റ് കണ്ടു. ഞങ്ങൾ കരഞ്ഞുപോയി. ആദ്യമായിട്ട് ഞങ്ങൾക്ക് 3 കുഞ്ഞുങ്ങളുണ്ടായതിൽ 3 പേർക്കും ഹാർട്ട് ബീറ്റ് ഇല്ലാതെ ഇവന് ഹാർട്ട് ബീറ്റ് കണ്ടപ്പോൾ ഞങ്ങൾക്ക് സന്തോഷമായി. 2 ദിവസം ഞാൻ അവിടെ അഡ്മിറ്റായി. അതിനുശേഷം ഞാൻ ഡിസ്ചാർജായി. കൂടാതെ ഈ പ്രഗ്നൻസിയിൽ എനിക്ക് വളരെയേറെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായിരുന്നു. പക്ഷേ ഹോസ്പിറ്റലിലായിരുന്നു എനിക്ക് എല്ലാ റെഗുലർ ചെക്കപ്പും. അതുകൊണ്ട് എനിക്ക് ടെൻഷനില്ലാതെ ഞാൻ മാതാവിനെ എൻ്റെ കുഞ്ഞിനെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും ഉടമ്പടി കാശ് രൂപ എൻ്റെ കൈ കരുതുകയും തൈലം വയറിൽ കുരിശ് വരച്ച് പ്രാർത്ഥിക്കുകയും എല്ലാ ദിവസവും ഡെയിലി ബ്രെഡ് പ്രാർത്ഥന കൂടുകയും ചെയ്തു. അങ്ങനെ ഒരു കുഴപ്പവും ഇല്ലാതെ ജൂൺ 15, 2025 എൻ്റെ കുഞ്ഞിനെ ലഭിച്ചു. ഡെലിവറിയുടെ സമയത്തും കോംപ്ലിക്കേഷൻസ് ആയിരുന്നു. എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് നോർമൽ ഡെലിവറിക്ക് വേണ്ടി ഇൻഡ്യൂസ് ചെയ്തു. പക്ഷേ എൻ്റെ കുഞ്ഞിൻ്റെ ഹാർട്ട് ബീറ്റ് കൂടുകയും കുറയുകയും ചെയ്തു. എൻ്റെ BP കുറഞ്ഞുകൊണ്ടിരുന്നു. അതിനുശേഷം എനിക്ക് ബ്ലീഡിങ് സംഭവിച്ചു. ഡോക്ടർ വെയിറ്റ് ചെയ്യാൻ ഒരു 1.5 മണിക്കൂർ വെയിറ്റ് ചെയ്ത്
ബ്ലീഡിങ് കണ്ടിന്യൂസ് വന്നുകൊണ്ടിരുന്നുകൊണ്ട് എമർജൻസി സിസേറിയൻ നടത്തി എൻ്റെ കുഞ്ഞിനെ ലഭിച്ചു. ദൈവത്തിന് നന്ദി പറയാൻ ദൈവം വിശ്വസ്തനാണെന്ന് എന്നർത്ഥം വരുന്ന ഇവാൻ എന്ന പേര് നൽകി ഞങ്ങളിപ്പോൾ അവനെ വിളിക്കുന്നു. അതാണ് എൻ്റെ വലിയൊരു സാക്ഷ്യം. രണ്ടാമത്തെ സാക്ഷ്യം, ഞാൻ ഇവിടുന്ന് അയർലൻഡിലേക്ക് പോയപ്പോൾ ഒരുപാട് സാമ്പത്തിക തടസ്സത്തോടെയാണ് ഞാൻ അയർലൻഡിലേക്ക് പോയത്. പക്ഷേ അവിടെ ചെന്ന് ഈ 3 വർഷത്തിനുള്ളിൽ എൻ്റെ സാമ്പത്തിക തടസ്സങ്ങൾ ഒരു പരിധിവരെ മാറാൻ സാധിച്ചു. കൂടാതെ ഞങ്ങൾ 2 പേരും പ്രൈവറ്റ് സെക്ടറിലായിരുന്നു വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ നേഴ്സായിരുന്നു, ഹസ്ബൻഡ് ഷെഫായിരുന്നു. അപ്പം 2 പേർക്ക് ജോലി ഉണ്ടെങ്കിൽ നമുക്കവിടെ പിടിച്ചു നിൽക്കാൻ സാധിക്കുകയുള്ളൂ. 2 പ്രാവശ്യം മിസ്കാരേജ് ആയപ്പോഴും ഞാൻ 1 മന്ത് വെച്ച് ലീവ് എടുത്തു. അപ്പം നമ്മൾ ഒരുപാട് സ്ട്രഗ്ലിങ് പീരീഡിലൂടെ കടന്നു പോവുകയും ചെയ്തു. അപ്പോൾ ഉടമ്പടി വെച്ചപ്പോൾ ആർക്കെങ്കിലും ഒരാൾക്ക് ഗവൺമെൻറ് ജോലി ഉണ്ടെങ്കിൽ നമുക്ക് നല്ലതായിരിക്കുമെന്ന് ഒരു പ്രാർത്ഥന എഴുതി വെച്ചു. അങ്ങനെ എൻ്റെ ഹസ്ബൻഡിന് അവിടെ ഗവൺമെൻറ് ജോലി ലഭിച്ചു. ഇതാണ് എൻ്റെ വലിയ സാക്ഷ്യം. അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറയുന്നു. പിന്നെ കാരുണ്യ പ്രവൃത്തി, ഞങ്ങൾ മാസവും ഇവിടെ പ്രായമായ അനാഥാലയത്തിൽ രോഗികൾക്ക് ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി എല്ലാ മാസവും പൈസ അയച്ചു കൊടുക്കാറുണ്ട്. പിന്നെ കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. കുഞ്ഞുങ്ങളില്ലാത്തവർക്ക് വേണ്ടി ഇവിടുന്ന് പത്രത്തോടൊപ്പം കാശ് രൂപം നൽകി ഞങ്ങൾ എല്ലാ ദിവസവും പ്രാർത്ഥിച്ചു. പിന്നെ ആത്മീയമായി എല്ലാ ദിവസവും ബൈബിൾ വായിക്കുവാനും ദൈവത്തോട് കൂടുതൽ അടുക്കുവാനും ഞങ്ങൾക്ക് സാധിച്ചു. ഇതാണ് എൻ്റെ വലിയ സാക്ഷ്യം. കൃപാസന മാതാവിനും ദൈവത്തിരുക്കുമാരനും നന്ദി പറയുന്നു.